സ്കോർ അക്കാദമി. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒപ്പം റിവിഷൻ ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിവിഷൻ ക്ലാസ്സുകൾ ഫ്രീ ആയി സ്കോർ അക്കാദമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ആക്സസ് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു അവസാനവട്ട പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ വളരെ പെട്ടെന്ന് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എൻ്റയർ സിലബസിലുള്ള ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ടോപ്പിക് നോക്കാം. ലേസർ. എന്താണ് ലേസറിന്റെ ഫുൾ ഫോം? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇതാണ് ലേസറിന്റെ ഫുൾ ഫോം. ലേസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ് ലേസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആൻഡ് ലേസർ ലൈറ്റിന് LED ലൈറ്റിനെ അപേക്ഷിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ലേസർ ഒരു കൊഹറൻറ്റ് സോഴ്സ് ആണ്. ദെൻ ലേസറിൽ നിന്ന് വരുന്ന ലൈറ്റ് ഹൈലി ഡയറക്ഷണൽ ആണ്. ആൻഡ് ഇതൊരു നാരോ ബാൻഡ് ലൈറ്റ് ആണ് ലേസറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദെൻ ലേസറിന് ലൈറ്റ് പുറത്തേക്ക് വരാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാഹചര്യം എന്താണ്? പോപ്പുലേഷൻ ഇൻവേർഷൻ. ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോവർ എനർജി ലെവലിലാണ് നോർമലി ഇലക്ട്രോൺസിന്റെ പോപ്പുലേഷൻ കൂടുതലുള്ളത്. പക്ഷേ ലേസർ ലൈറ്റ് എമിറ്റ് ചെയ്യണമെങ്കിൽ, സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി ലൈറ്റ് എമിറ്റ് ചെയ്യണമെങ്കിൽ ലോവർ എനർജി ലെവൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ലേസർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നോർമലി ലോവർ എനർജി ലെവലിലാണ് ഇലക്ട്രോൺസ് കൂടുതൽ വേണ്ടത്. പക്ഷെ ലേസറിന്റെ കേസിൽ അവിടെ ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കും. അതായത് ലോവർ എനർജിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ലേസറിന്റെ വർക്കിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പമ്പിംഗ് ടെക്നോളജിയാണ് ലേസറിൽ ഉപയോഗിക്കുന്നത്. പല രീതിയിലുള്ള പമ്പിംഗ് മെക്കാനിസം ഉണ്ട്. ഇലക്ട്രിക്കൽ പമ്പിംഗ്, ഒപ്റ്റിക്കൽ പമ്പിംഗ്, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സ് ഏതൊക്കെയാണ്? ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ആക്റ്റീവ് മീഡിയം, ലേസേഴ്സിനെ നമുക്ക് ഗ്യാസ് ലേസേഴ്സ്, സോളിഡ് ലേസേഴ്സ്, ഫൈബർ ലേസേഴ്സ്, ലിക്വിഡ് ലേസേഴ്സ്, സെമി കണ്ടക്ടർ ലേസേഴ്സ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഗ്യാസ് ലേസേഴ്സിന്റെ പ്രത്യേകത എന്താ? ആക്റ്റീവ് മീഡിയം ഗ്യാസ് ആയിരിക്കും. ഗ്യാസ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആവാം, അല്ലെങ്കിൽ ഹീലിയം നിയോൺ ലേസർ ആവാം. അങ്ങനെ പല രീതിയിലുള്ള ഗേഷ്യസ് ലേസേഴ്സ് അവൈലബിൾ ആണ്. ഈ ഗേഷ്യസ് ലേസേഴ്സിൽ പമ്പിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ മെത്തേഡ്സിലാണ് അച്ചീവ് ചെയ്യുന്നത്. ഒരു കറണ്ട് പാസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഹൈ വോൾട്ടേജിലൂടെയാണ് അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നത്. സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സിന് എക്സാമ്പിൾ എന്താണ്? ആദ്യമായി കണ്ടുപിടിച്ച ലേസറായ റൂബി ലേസർ. ലേസർ കണ്ടുപിടിച്ച ആളാരാണ്? TH മെയ്മാൻ, തിയോഡർ മെയ്മാൻ ആണ് ആദ്യമായി ലേസർ കണ്ടുപിടിച്ചത്. അദ്ദേഹം കണ്ടുപിടിച്ച ലേസർ ഏതായിരുന്നു? റൂബി ലേസർ. അതിന്റെ കളർ എന്തായിരുന്നു? പിങ്ക് ആയിരുന്നു റൂബി ലേസറിന്റെ കളർ. ഈ റൂബി ലേസർ ഒരു സോളിഡ് സ്റ്റേറ്റ് ലേസറാണ്. അതിന്റെ ആക്റ്റീവ് മീഡിയം ഒരു ക്രിസ്റ്റലാണ്. സോളിഡ് സ്റ്റേറ്റ് ലേസർ എന്ന് പറഞ്ഞാൽ അതിൽ ആക്റ്റീവ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ക്രിസ്റ്റലാണ്. സോളിഡ് സ്റ്റേറ്റ് ലേസറിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ഉപയോഗിച്ച് തന്നെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുക. ലോവർ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺസിനെ ഹയർ എനർജി ലെവലിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്ന ലേസറാണ് സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ്. വേറെ ഏത് ലേസറിലാണ് നമ്മൾ ഒപ്റ്റിക്കൽ പമ്പിംഗ് ഉപയോഗിക്കുന്നത്? ഫൈബർ ലേസറിലും ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ലേസേഴ്സ് നമ്മൾ പഠിച്ചു. ഒപ്പം സെമി കണ്ടക്ടർ ലേസേഴ്സും പഠിച്ചു. എന്താണ് ലിക്വിഡ് ലേസേഴ്സിന്റെ പ്രത്യേകത? ട്യൂണബിൾ ലേസേഴ്സ് ആണ് ലിക്വിഡ് ലേസേഴ്സ്. അതായത് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഓപ്പറേഷൻ ആ ലേസറിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് നിങ്ങൾക്ക് വേരി ചെയ്യാൻ പറ്റും, ട്യൂൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ട്യൂണബിൾ ലേസേഴ്സ് ആണ് ലിക്വിഡ് ലേസേഴ്സ്. സെമി കണ്ടക്ടർ ലേസേഴ്സോ? സെമി കണ്ടക്ടർ ലേസേഴ്സിൽ പമ്പിംഗ് മെക്കാനിസം എന്താണ്? ഇലക്ട്രിക്കൽ കറണ്ട് ഉപയോഗിച്ചാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നത്. ആൻഡ് സെമി കണ്ടക്ടർ ലേസേഴ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ചില സ്പെസിഫിക് കോൺഫിഗറേഷനിൽ മാക്സിമം എഫിഷ്യൻസി 60% മുകളിൽ എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലേസറാണ് സെമി കണ്ടക്ടർ ലേസേഴ്സ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ലേസറിന്റെ എഫിഷ്യൻസി എത്രയാണ്? 10 to 15% ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ലേസേഴ്സിന്റെ എഫിഷ്യൻസി. ഹൈലി പവർഫുൾ ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്
ലേസറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ കട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്, ലേസർ കട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ലേസേഴ്സ് ആണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി നമുക്ക് ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻസ് നോക്കാം. എന്താണ് ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ്? കഴിഞ്ഞ AD എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ്, ദ റേഷ്യോ ബിറ്റ്വീൻ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. A21 എന്ന് പറയുന്നത് എന്താണ്? സ്പോണ്ടേനിയസ് എമിഷൻ പ്രോസസ്സിലെ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ആണ് A21. B21 സ്റ്റിമുലേറ്റഡ് എമിഷൻ പ്രോസസ്സിലെ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ആണ്. അവരുടെ റേഷ്യോ എന്താണ്? 8πh⁻³ ഡിവൈഡഡ് ബൈ c³. h എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, mu എന്താണ്? ഫ്രീക്വൻസി, c എന്താണ്? വെലോസിറ്റി ഓഫ് ഫ്ലൈറ്റ്. സോ ഈ റേഷ്യോ കഴിഞ്ഞ AD എക്സാമിന് ചോദിച്ചാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ആണ് B12. ഏതാണ് കോഎഫിഷ്യന്റ്? സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷനിലെ കോഎഫിഷ്യന്റ് ആണ് B12. അപ്പോൾ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷനിലെയും സ്റ്റിമുലേറ്റഡ് എമിഷനിലെയും കോഎഫിഷ്യന്റ് റേഷ്യോ ചോദിച്ചാൽ ആൻസർ എന്താണ്? 1. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് സ്പോണ്ടേനിയസ് എമിഷന്റെയും സ്റ്റിമുലേറ്റഡ് എമിഷന്റെയും കോഎഫിഷ്യന്റുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. ഇപ്പൊ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷന്റെയും സ്റ്റിമുലേറ്റഡ് എമിഷന്റെയും കോഎഫിഷ്യന്റുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. അത് എത്രയാണ്? 1. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലേസർ എന്ന ടോപ്പിക്കിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക് ഏതാണ്? LED. ലേസറിനെ പോലെയുള്ള ഒരു ലൈറ്റ് സോഴ്സ് ആണ് LED. LED പ്രത്യേകത എന്താണ്? LED ഒരു ഇൻകൊഹറന്റ് അല്ലെങ്കിൽ നോൺ കൊഹറന്റ് ലൈറ്റ് സോഴ്സ് ആണ് LED. LED ഫുൾ ഫോം എന്താ? ദിസ് എ ഡയോഡ്, ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്, ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് LED. LED പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഇൻ LED ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ. ലേസറിന്റെ എന്തായിരുന്നു? സ്റ്റിമുലേറ്റഡ് എമിഷൻ. LED സ്പോണ്ടേനിയസ് എമിഷൻ. LEDs നമുക്ക് രണ്ട് ടൈപ്പിലുള്ള സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ഡയറക്റ്റ് റീകോമ്പിനേഷൻ നടക്കുന്ന സെമി കണ്ടക്ടേഴ്സും ഉണ്ട്, ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ നടക്കുന്ന സെമി കണ്ടക്ടേഴ്സും ഉണ്ട്. ഇതിൽ ആരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്താ ഡയറക്റ്റ് റീകോമ്പിനേഷൻ നടക്കുന്ന സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡിലുള്ള ഒരു ഹോളുമായി കണ്ടക്ഷൻ ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺ ഡയറക്ട്ലി വന്ന് റീകോമ്പൈൻ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് സാധ്യമാവുന്നത്? വാലൻസ് ബാൻഡ് മാക്സിമയുടെയും കണ്ടക്ഷൻ ബാൻഡ് മിനിമയുടെയും മൊമെന്റം സെയിം ആണെങ്കിൽ അവിടെ ഡയറക്റ്റ് റീകോമ്പിനേഷൻ നടക്കും. ഇനി വാലൻസ് ബാൻഡിലുള്ള ഒരു ഹോളുമായി കണ്ടക്ഷൻ ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺ ഡയറക്റ്റ് റീകോമ്പിനേഷൻ ചെയ്യുന്നില്ല, അവരൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് റീകോമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ എന്ന് പറയും. ഇൻഡയറക്റ്റ് റീകോമ്പിനേഷന്റെ പ്രശ്നം എന്താണ്? അവിടെ വാലൻസ് ബാൻഡ് മാക്സിമയും കണ്ടക്ഷൻ ബാൻഡ് മിനിമയും ഡിഫറെന്റ് മൊമെന്റത്തിലായിരിക്കും. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡ് മിനിമയിലുള്ള ഇലക്ട്രോൺ ആദ്യം ഒരു ഫോണോണിനെ റിലീസ് ചെയ്ത് ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിലേക്ക് പോകും, അവിടെ നിന്ന് പിന്നീട് വന്ന് വാലൻസ് ബാൻഡിലുള്ള ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യും. അപ്പൊ ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ നടക്കുന്ന സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് സിലിക്കണും ജെർമേനിയും ഒക്കെ. അവരെ നമ്മൾ LED ആയിട്ട് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, അവർക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഡയറക്റ്റ് റീകോമ്പിനേഷൻ നടക്കുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് നോർമലി ലൈറ്റ് എമിറ്റ് ചെയ്യാറുള്ളത്. അതിന് എക്സാമ്പിൾ ആണ് ഗാലിയം ആഴ്സനേറ്റ്, ഗാലിയം ഫോസ്ഫേറ്റ്, ഗാലിയം അലൂമിനിയം ആഴ്സനേറ്റ് എന്നിവർ. ഇനി ഒരു LED എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്, ഫോർമുലയാണ് ഈ തന്നേക്കുന്നത്. ഇവിടെ നോക്കിയേ, ഈ ലാംഡ എന്ന് പറയുന്നത് LED എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് ആണ്. നിങ്ങൾക്ക് LED എന്ന് പറയുന്ന ഒരു PN ജംഗ്ഷൻ ഡയോഡാ, അതിന്റെ ബാൻഡ് ഗ്യാപ്പ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ LED എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. ഇവിടെ ലാംഡ മൈക്രോമീറ്ററിലുള്ള വാല്യൂ ആണ്, വേവ് ലെങ്ത് ഇൻ മൈക്രോമീറ്റർ ആണ്. നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടാൻ പോകുന്നത് എന്താണ്? ഇക്വേഷൻ 1.24 ഡിവൈഡഡ് ബൈ എനർജി ബാൻഡ് ഗ്യാപ്പ് ഇൻ ദ LED. എനർജി ബാൻഡ് ഗ്യാപ്പ് ഇലക്ട്രോൺ വോൾട്ടിലുള്ള എനർജി ബാൻഡ് ഗ്യാപ്പ്, ജൂളിലുള്ള എനർജി ബാൻഡ് ഗ്യാപ്പ് അല്ല, ഇലക്ട്രോൺ വോൾട്ടിലുള്ള എനർജി ബാൻഡ് ഗ്യാപ്പ് അറിയാമെങ്കിൽ ആ LED എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്തിന്റെ
വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. വേവ് ലെങ്ത് നിങ്ങൾക്ക് കിട്ടുന്നത് മൈക്രോമീറ്ററിലുള്ള വേവ് ലെങ്ത് ആയിരിക്കും. ഈ ഇക്വേഷനിൽ യുടെ വാല്യൂ ഇൻ ഇലക്ട്രോൺ വോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത്. LED യിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഇത് മാത്രമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഫൈബർ ഒപ്റ്റിക്സ്. ഫൈബർ ഒപ്റ്റിക്സിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. എന്താണ് ഫൈബർ ഒപ്റ്റിക്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലൈറ്റ് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആ ഡെൻസർ ആൻഡ് റെയറർ മീഡിയത്തിന്റെ ബൗണ്ടറിയിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ലൈറ്റ് റെയറർ മീഡിയത്തിലേക്ക് പോകില്ല, കംപ്ലീറ്റ് ആയിട്ടും ഡെൻസർ മീഡിയത്തിലേക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്തു വരും. ഇതിനെയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. അതാണ് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇപ്പോൾ നമുക്ക് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഫ്രീ സ്പേസിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിനേക്കാൾ 1.5 ടൈംസ് കുറഞ്ഞ വെലോസിറ്റിയിലാണ് ലൈറ്റ് ഗ്ലാസിനകത്ത് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n equal to c by v, where c is the speed of light in free space, v is the speed of light in that medium. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് സ്നെൽസ് ലോ. എന്താണ് സ്നെൽസ് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഇൻസിഡന്റ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ലോയാണ് സ്നെൽസ് ലോ. അപ്പോൾ സ്നെൽസ് ലോ n1 sin θ1 equal to n2 sin θ2. ഇവിടെ n1 എന്താണ്? ഏത് മീഡിയത്തിൽ നിന്നാണോ ലൈറ്റ് ലീവ് ചെയ്യുന്നത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n1 ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് θ1. n2 എന്താണ്? ഏത് മീഡിയത്തിലേക്കാണോ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n2. ദെൻ θ2 എന്താണ്? ആ മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന ആ റിഫ്രാക്റ്റഡ് റേ ആ മീഡിയത്തിന്റെ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് θ2. സോ ഇതാണ് സ്നെൽസ് ലോ. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇക്വേഷൻ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ θc is equal to sin inverse of n2 by n1. ഇവിടെ n2 എന്താണ്? റെയറർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n2. n1 എന്താണ്? ഡെൻസർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n1. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിലെ ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ n2 എന്ന് പറയുന്നത് ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും, ക്ലാഡിംഗ് ആണ് റെയറർ മീഡിയം, കോർ ആണ് ഡെൻസർ മീഡിയം. n1 എന്ന് പറയുന്നത് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. അപ്പൊ കോറിന്റെയും ക്ലാഡിങ്ങിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നാൽ ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. θc is equal to sin inverse n2 by n1. ഇനി ക്രിട്ടിക്കൽ ആംഗിളിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. ഇനി ഒരു ലൈറ്റ് റേ ക്രിട്ടിക്കൽ ആംഗിളിലാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് പകരം എന്താ സംഭവിക്കുക? റിഫ്രാക്റ്റഡ് ലൈറ്റ് ആ സർഫസിന് പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത്. ഇനി ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ഉയർന്ന ആംഗിളിലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ റിഫ്രാക്റ്റഡ് ലൈറ്റ് ഇങ്ങനെ വരും. ക്രിട്ടിക്കൽ ആംഗിളിലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നടക്കുന്നതെങ്കിൽ സർഫസിന് ബൗണ്ടറിക്ക് പാരലൽ ആയിട്ടായിരിക്കും റിഫ്രാക്റ്റഡ് വേ പോകുന്നത്. അടുത്ത ഇക്വേഷൻ നോക്കിയേ, അക്സെപ്റ്റൻസ് ആംഗിൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈബർ ഒപ്റ്റിക്സിലെ ഒരു ഇക്വേഷൻ ആണ് അക്സെപ്റ്റൻസ് ആംഗിളിന്റെ ഇക്വേഷൻ. അക്സെപ്റ്റൻസ് ആംഗിൾസ് θa is given as sin inverse root of n1 square minus n2 square divided by n0. ഇവിടെ n1 എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ. n2 എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ്. n0 എന്താണ്? ആ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ സറൗണ്ടിങ് മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n0. സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ അസ്യൂം n0 as 1.
സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്? സറൗണ്ടിങ് മീഡിയം എയർ ആണ്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇതാണ് അക്സെപ്റ്റൻസ് ആംഗിളിന്റെ ഇക്വേഷൻ. അതായത് എന്താ അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുറത്ത് സറൗണ്ടിങ് മീഡിയത്തിൽ നിന്നും ഒരു ലൈറ്റ് റേ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് വന്ന് ഇടിക്കുന്ന ആ ആംഗിൾ ഒരു പർട്ടിക്കുലർ ആംഗിളിനേക്കാൾ കൂടുതലായാൽ അതിനകത്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കില്ല. അപ്പോൾ പുറത്തുനിന്ന് ഒരു ലൈറ്റ് റേ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് വന്ന് ഇടിക്കുന്ന ആ ആംഗിൾ ഒരു പർട്ടിക്കുലർ ആംഗിളിനേക്കാൾ താഴെ ആയാൽ മാത്രമേ അതിനുള്ളിൽ ഒപ്റ്റിക്കൽ ഫൈബറിനുള്ളിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. ആ മാക്സിമം ആംഗിളിനെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. പുറത്തുനിന്ന് വരുന്ന ഒരു ലൈറ്റ് റേക്ക് ഒപ്റ്റിക്കൽ ഫൈബറിൽ വന്ന് ഇടിക്കാൻ കഴിയുന്ന ഉയർന്ന ആംഗിൾ. അതിൽ കൂടിയ ആംഗിൾ വന്ന് ഇടിച്ചുകൂടെയെന്ന് ചോദിച്ചാൽ ഇടിക്കാം, പക്ഷെ അന്നേരം എന്താ പ്രശ്നം? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കില്ല. ആ ആംഗിളിനെയാണ് നമ്മൾ ഇപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. അക്സെപ്റ്റൻസ് ആംഗിൾ സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഇനി അക്സെപ്റ്റൻസ് കോൺ ആംഗിൾ എന്താണ്? നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് അക്സെപ്റ്റൻസ് കോൺ ആംഗിൾ? അക്സെപ്റ്റൻസ് ആംഗിളിന്റെ ടോയ്സ്, അതാണ് 2 ടൈംസ് ആണ് അക്സെപ്റ്റൻസ് കോൺ ആംഗിൾ. എന്താണ് അക്സെപ്റ്റൻസ് കോൺ ആംഗിൾ എന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക, ലാസ്റ്റ് മിനിറ്റിൽ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ലൈറ്റ് ഗ്യാദറിംഗ് അല്ലെങ്കിൽ ലൈറ്റ് കളക്ടിംഗ് കപ്പാസിറ്റിയെ കാണിക്കുന്ന പാരാമീറ്റർ ആണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n0 ഇൻറ്റു സൈൻ തീറ്റ എ. n0 എന്താണ്? സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടില്ലെങ്കിൽ അതിന് നമുക്ക് 1 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പൊ അക്സെപ്റ്റൻസ് ആംഗിൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സൈൻ ഓഫ് ദാറ്റ് അക്സെപ്റ്റൻസ് ആംഗിൾ നിങ്ങൾ കണ്ടുപിടിച്ചാൽ ന്യൂമറിക്കൽ അപ്പർച്ചർ നമുക്ക് കിട്ടും. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ലൈറ്റ് കളക്ടിംഗ് കപ്പാസിറ്റിയെ കാണിക്കുന്ന പാരാമീറ്റർ ആണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചറിന് മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. കോറിന്റെയും ക്ലാഡിങ്ങിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നു കഴിഞ്ഞാൽ ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഇനി ന്യൂമറിക്കൽ അപ്പർച്ചറിന് മൂന്നാമതൊരു ഇക്വേഷൻ കൂടിയുണ്ട്, ദാറ്റ് ഈസ് n1 ഇൻറ്റു റൂട്ട് 2 ഡെൽറ്റ. ഇവിടെ ഡെൽറ്റ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഡെൽറ്റ ഇൻഡെക്സ് ഡിഫറൻസ് ആണ്, ഫ്രാക്ഷണൽ ഇൻഡെക്സ് ഡിഫറൻസ് ആണ് ഡെൽറ്റ എന്ന പാരാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിവിഷൻ ക്ലാസ്സിലും എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഡെൽറ്റയുടെ വാല്യൂ എന്താണ്? ഡെൽറ്റ വാല്യൂ ഈസ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n1 സ്ക്വയർ. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിലാണെങ്കിൽ ഡെൽറ്റ വാല്യൂ ഈസ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n1 സ്ക്വയർ. ഇവിടെ n1 n2 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? n1 കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n2 ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ ഡെൽറ്റ ഈസ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n1 സ്ക്വയർ. ദെൻ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിലാണെങ്കിലോ ഡെൽറ്റയുടെ വാല്യൂ എത്രയാണ്? n1 മൈനസ് n2 ഡിവൈഡഡ് ബൈ n1. ഇതാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിലുള്ള ഡെൽറ്റ, ഇതാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിലുള്ള ഡെൽറ്റ. സംടൈംസ് ക്വസ്റ്റ്യനിൽ ഡെൽറ്റ വാല്യൂ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഇൻഡെക്സ് ഡിഫറൻസ് മാത്രമേ തരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇക്വേഷൻ ആണ് n1 ഇൻറ്റു റൂട്ട് 2 ഡെൽറ്റ. ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കലൊക്കെ നമ്മുടെ റിവിഷൻ സീരീസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ ദ ഫൈബറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എത്ര മോഡുകളാണ് ആ ഫൈബറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നുള്ളതനുസരിച്ച് സിംഗിൾ മോഡ് ഫൈബർ, മൾട്ടി മോഡ് ഫൈബർ എന്നിങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഫൈബേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ മോഡ് ഫൈബറിന്റെ പ്രത്യേകത എന്താണ്? സിംഗിൾ മോഡ് ഫൈബർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഫൈബറാണ്. ഇന്റർമൊഡാൽ ഡിസ്പേർഷൻ പരമാവധി കുറവുള്ള ഫൈബറാണ് സിംഗിൾ മോഡ് ഫൈബർ. അതിലെ കോർ ഡയമീറ്റർ 3 to 10 മൈക്രോമീറ്ററേ കോർ ഡയമീറ്റർ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ലേസർ പോലെയുള്ള ഹൈലി ഡയറക്ഷണൽ ആയിട്ടുള്ള കൊഹറന്റ് ആയിട്ടുള്ള ലൈറ്റ് സോഴ്സുകളെ സിംഗിൾ മോഡ് ഫൈബറിനകത്ത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഫൈബറാണ് സിംഗിൾ മോഡ് ഫൈബർ. മൾട്ടി മോഡ് ഫൈബറിന്റെ പ്രത്യേകത എന്താണ്? ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനെ ഉപയോഗിക്കുള്ളൂ. ഡിസ്പെർഷൻ ലോസ് വളരെ കൂടുതലാണ് മൾട്ടിമോഡ് ഫൈബറിൽ. മൾട്ടിമോഡ് ഫൈബറിന്റെ ഡയമീറ്റർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ
മൾട്ടിമോഡ് ഫൈബറിനകത്ത് നമുക്ക് LED പോലെയുള്ള നോൺ കൊഹറന്റ് ലൈറ്റ് സോഴ്സുകളെ ഉപയോഗിക്കാൻ കഴിയും. നെക്സ്റ്റ് നോക്കേ, നെക്സ്റ്റ് ഫൈബറിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഓഫ് കോർ. കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് എന്നുള്ളതിനെ അനുസരിച്ച് ഫൈബറിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിന്റെ പ്രത്യേകത എന്താ? അവിടെ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് യൂണിഫോം ആണ്, അതായത് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഒരു മാറ്റവുമില്ല. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനകത്തോ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കോറിന്റെ സെന്ററിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കൂടുതലും സെന്ററിൽ നിന്ന് റേഡിയലി ഔട്ട്വേർഡ് നമ്മൾ കോർ ക്ലാഡിംഗ് ബൗണ്ടറിയിലേക്ക് പോകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞും വരുന്ന ഫൈബറാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഇതിൽ ഡിസ്റ്റോർഷൻ കുറവുള്ള ഫൈബർ ആരാണ്? ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ആണ്. മിനിമം ഡിസ്പേർഷണൽ ലോസ് ആണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനകത്ത് ഉള്ളത്. ഇനി എങ്ങനെയാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുന്നത്? ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ വേരിയേഷൻ എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഇക്വേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കി, നിങ്ങൾക്ക് കോറിൽ നിന്നും കോറിന്റെ സെന്ററിൽ നിന്നും അറ്റ് എ ഡിസ്റ്റൻസ് ആറിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് അറിയണം. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ കോറിൽ നിന്നും നമ്മൾ റേഡിയലി ഔട്ട്വേർഡ് പോകുമ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ് കോർ ക്ലാഡിംഗ് ഇന്റർഫേസിൽ എത്തുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മിനിമം ആവുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് കുറയുന്നത്? നിങ്ങൾക്ക് കോറിന്റെ സെന്ററിൽ നിന്നും ഒരു 1 മൈക്രോമീറ്റർ അകലെയുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് അറിയണം, 2 മൈക്രോമീറ്റർ അകലെയുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ N1 എന്താണ്? കോറിന്റെ സെന്ററിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് N1. ഡെൽറ്റ എന്താണ്? ഫ്രാക്ഷണൽ ഇൻഡെക്സ് ഡിഫറൻസ് ആണ് ഡെൽറ്റ വാല്യൂ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ദാറ്റ് ഈസ് N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2N1 സ്ക്വയർ. ദെൻ R എന്താണ്? നിങ്ങൾക്ക് കോറിന്റെ സെന്ററിൽ നിന്നും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കുമല്ലോ കണ്ടുപിടിക്കേണ്ടത്. ആ പോയിന്റിലേക്ക്, കോറിന്റെ സെന്ററിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള റേഡിയൽ ഡിസ്റ്റൻസ് ആണ് R. A എന്താണ്? കോറിന്റെ റേഡിയസ് ആണ് A. ഇനി ആൽഫ എന്താണ്? ആൽഫ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ പാരാമീറ്റർ ആണ് ആൽഫ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുന്നത് കോറിന്റെ സെന്ററിൽ നിന്നും റേഡിയലി ഔട്ട്വേർഡ് പോകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ വേരി ചെയ്യുന്നത് ഒന്നുകിൽ പരാബോളിക്കായിട്ട് വേരി ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ 2 എന്നാണ് എടുക്കുന്നത്. ട്രയാങ്കുലർ പ്രൊഫൈലാണ്, ട്രയാങ്കുലർലി ആണ് വേരി ചെയ്യുന്നതെങ്കിൽ ആൽഫയുടെ വാല്യൂ 1 എന്നെടുക്കും. ഇനി സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ നമ്മൾ ഇൻഫിനിറ്റി എന്നെടുക്കും. അപ്പൊ ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ വേരിയേഷൻ കാണിക്കുന്ന ഇക്വേഷൻ ആണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അകലത്തിലുള്ള ഒരു പോയിന്റിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നമുക്ക് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് വി നമ്പർ. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ നമ്പർ ഓഫ് മോഡ്സ് ഇൻ എ ഫൈബർ. ഒരു പർട്ടിക്കുലർ ഫൈബർ തന്ന് അതിൽ എത്ര മോഡുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്പറാണ് വി നമ്പർ. സോ വി നമ്പറിന്റെ ഇക്വേഷൻ എന്താണ്? 2π/λ ഇൻറ്റു A ഇൻറ്റു NA. NA എന്താണ്? ന്യൂമറിക്കൽ അപ്പർച്ചർ. A എന്താണ്? കോറിന്റെ റേഡിയസ്. ലാംഡ എന്താണ്? വേവ് ലെങ്ത്. ഇതിന്റെ തന്നെ മറ്റൊരു ഇക്വേഷൻ ആണ്. ന്യൂമറിക്കൽ അപ്പർച്ചറിനെ വേണമെങ്കിൽ നമുക്ക് N1 ഇൻറ്റു 2 ഡെൽറ്റ എന്ന് എഴുതാമല്ലോ. N1 ഇൻറ്റു √2 ഡെൽറ്റ എന്ന ന്യൂമറിക്കൽ അപ്പർച്ചറിനെ എഴുതാമെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പൊ ന്യൂമറിക്കൽ അപ്പർച്ചറിന്റെ സ്ഥാനത്ത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. V = 2π/λ ഇൻറ്റു A ഇൻറ്റു N1 ഇൻറ്റു √2 ഡെൽറ്റ. ഡെൽറ്റയുടെ വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ എങ്ങനെയാണ്, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ എങ്ങനെയാണ് എന്ന്. അപ്പൊ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? വി നമ്പറാണ് കിട്ടുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്പർ ഓഫ് മോഡ്സ് in that fiber. Number of modes in that fiber n is given by this equation. ഇതാണ് number of modes in that fiber. Alpha divided by alpha plus 2 into v square by 2. ഇതാണ് number of modes in a fiber. അപ്പോൾ ഒരു ഫൈബറിൽ എത്ര മോഡ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ വി നമ്പർ കണ്ടുപിടിക്കണം. ഒപ്പം ആ ഫൈബറിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുന്ന ഇത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. ആൽഫ for a
പരാബോളിക് പ്രൊഫൈൽ ആണെങ്കിൽ ആൽഫ 2 ആണ്, ട്രയാങ്കുലർ പ്രൊഫൈൽ ആണെങ്കിൽ ആൽഫ 1 ആണ്, ആൻഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആണ്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് യൂണിഫോം ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി ആണ്. ടു അച്ചീവ് സിംഗിൾ മോഡ് കണ്ടീഷൻ, സിംഗിൾ മോഡ് പ്രൊപ്പഗേഷൻ ആണ് ഒരു ഫൈബറിനുള്ളിൽ നടക്കേണ്ടതെങ്കിൽ വിയുടെ വാല്യൂ, വി നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ വാല്യൂ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.405. വി നമ്പർ തന്നെ 2.405 താഴെയായിരിക്കണം സിംഗിൾ മോഡ് ഫൈബറിന്. ഈ ഇക്വേഷൻ എല്ലാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, ഒന്ന് ക്വിക്കായി നമ്മൾ റിവൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒപ്റ്റിക്കൽ ഫൈബറിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് വളരെ ക്വിക്കായി റിവൈസ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിസ്കസ് ചെയ്യാം. എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴേക്ക് മെറ്റീരിയലിനെ തണുപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി 0 ആകും, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഇൻഫിനിറ്റി ആകും. അതിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ആരാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചത്? കാമർലിൻ ഓൺസ് ആണ് സൂപ്പർ കണ്ടക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1911 സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചത്. മെർക്കുറിയുടെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എത്രയാണ്? 4.2 കെൽവിൻ ആണ് മെർക്കുറിയുടെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. എന്താണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അഥവാ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു ഒരു മെറ്റീരിയലിനെ, ഒരു കണ്ടക്ടറിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴേക്ക് കൂൾ ചെയ്താൽ മാത്രമേ അത് സൂപ്പർ കണ്ടക്ടർ ആവുള്ളൂ. അപ്പോൾ അത് സൂപ്പർ കണ്ടക്ടർ ആവാൻ വേണ്ടി നമ്മൾ അതിനെ കൂൾ ചെയ്യേണ്ട ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മെർക്കുറിയുടെ കേസ് പറയുകയാണെങ്കിൽ, മെർക്കുറിയുടെ ടെമ്പറേച്ചർ നിങ്ങൾ താഴ്ത്തി 4.2 കെൽവിന് താഴേക്ക് ടെമ്പറേച്ചർ വരുമ്പോഴാണ് അത് സൂപ്പർ കണ്ടക്ടറായിട്ട് മാറുന്നത്. നമുക്കറിയാം എല്ലാ കണ്ടക്ടറും അബ്സല്യൂട്ട് സീറോയിൽ ഇൻഫിനിറ്റ് കണ്ടക്ടിവിറ്റി കാണിക്കും. പക്ഷെ അബ്സല്യൂട്ട് സീറോയിൽ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഹയർ ടെമ്പറേച്ചറിൽ മെറ്റീരിയൽസ് സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കണം. അങ്ങനെ നമ്മൾ എന്തിനെ കണ്ടുപിടിച്ചു? ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സിനെ കണ്ടുപിടിച്ചു. ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? കോപ്പറിന്റെയും ഓക്സിജന്റെയും ഒക്കെ മിക്സ്ചറുകൾ യൂസ് ചെയ്തു. അതിന് കുപ്രേറ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അവരുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, അവരുടെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 90 ഡിഗ്രി കെൽവിന് മുകളിലേക്കായിരിക്കും നിൽക്കുന്നത്. അതായത് 90 ഡിഗ്രി കെൽവിൻ, 100 ഡിഗ്രി കെൽവിനിലൊക്കെ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കാൻ കഴിയുന്ന മെറ്റീരിയൽസ് ആണ് ഈ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ്. അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ട്രാൻസിഷൻ ടെമ്പറേച്ചർ അഥവാ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്യുമ്പോഴാണോ ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിച്ചു തുടങ്ങുന്നത്, ആ ടെമ്പറേച്ചറിനെയാണ് ആ കണ്ടക്ടറിന്റെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അതായത് അയാൾ നോർമൽ കണ്ടക്ടറിൽ നിന്നും സൂപ്പർ കണ്ടക്ടറിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുന്ന ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ ടെമ്പറേച്ചർ അഥവാ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. തിരിച്ചതുപോലെ ഇവരെ ചൂടാക്കുമ്പോൾ ഇവരുടെ ടെമ്പറേച്ചർ ഈ ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ഇവർ സൂപ്പർ കണ്ടക്ടറിൽ നിന്നും നോർമൽ കണ്ടക്ടറിലേക്ക് മാറുകയും ചെയ്യും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് മീസ്നർ എഫക്റ്റ്. എന്താണ് മീസ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്? ഒരു മെറ്റീരിയൽ, ഒരു കണ്ടക്ടർ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേജിലാണെങ്കിൽ അതിന് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ എക്സ്പെൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതായത് സൂപ്പർ കണ്ടക്ടിങ്, ഒരു പെർഫെക്റ്റ് സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ആണെങ്കിൽ അയാൾ ഒരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. അതായത് നിങ്ങളൊരു ഹെവി മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ആ മെറ്റീരിയലിനെ കൊണ്ടുവിടുകയാണെങ്കിൽ ആ മെറ്റീരിയലിനുള്ളിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പോകാൻ ആ മെറ്റീരിയൽ അനുവദിക്കത്തില്ല. അയാൾ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേജിലാണെങ്കിൽ അതിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ അതിനുള്ളിലൂടെ അയാൾ പാസ് ചെയ്യില്ല. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ എക്സ്പെൽ ചെയ്യാനുള്ള ടെൻഡൻസി അയാൾ കാണിക്കും. ഇതിനെയാണ് നമ്മൾ മീസ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടേഴ്സിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറും. അപ്പൊ എന്തിന്റെ ബേസിലാണ് ഇവരെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? മീസ്നർ എഫക്റ്റ് എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതിന്റെ ബേസിലാണ് സൂപ്പർ കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ ആണെങ്കിൽ ദേ ഫോളോസ് കംപ്ലീറ്റ് മീസ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നിൽ അവർ സൂപ്പർ കണ്ടക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ അവർ നോർമൽ കണ്ടക്ടർ ആയിരിക്കും. ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇല്ല. സൂപ്പർ കണ്ടക്ടറിന്റെ നോർമൽ കണ്ടക്ടറിന്റെ ഇടയ്ക്കുള്ള അല്ലെങ്കിൽ അതിന്റെ മിക്സഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഇല്ല. അപ്പോൾ ഈ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിന് നമ്മൾ ഒരു മിക്സഡ് സ്റ്റേറ്റ് ഇല്ല, അവരെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്.
പ്യുവർ ഫോമിലുള്ള മെറ്റീരിയൽസ് ആണ് നോർമലി ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് മെർക്കുറി, സിങ്ക് ഇവരൊക്കെ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. അതുപോലെ ഇതിനകത്ത് ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, സൂപ്പർ കണ്ടക്ടിങ് ആയിട്ടിരിക്കുന്ന ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ കൂട്ടി ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കഴിയുമ്പോഴത്തേക്ക് ആ മെറ്റീരിയലിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി നശിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിന് അതിനുള്ളിലൂടെ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കഴിവില്ല. അതായത് ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാനാണ് അയാൾ ശ്രമിക്കുന്നത്, മാക്സിമം മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ എങ്കിലും നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് അതിനകത്തൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അയാൾ സൂപ്പർ കണ്ടക്ടർ നേച്ചറിൽ നിന്ന് മാറി നോർമൽ കണ്ടക്ടറിലേക്ക് വരും. അതിനെയാണ് നമ്മൾ അങ്ങനെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് വരെ എത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിന് ഒരു ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡേ ഉള്ളൂ. ഇനി ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ നോക്കാം. അയാൾ ഒരു കംപ്ലീറ്റ് മീസ്നർ എഫക്റ്റ് ഫോളോ ചെയ്യുന്ന ആളല്ല. എന്ന് പറഞ്ഞാൽ അയാൾ ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിന് താഴേക്ക് കൊണ്ടുവന്നാൽ, അതായത് ലോവർ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും, അതിലേക്ക് താഴേക്ക് കൊണ്ടുവന്നാൽ അയാൾ സൂപ്പർ കണ്ടക്ടർ ആയിരിക്കും. ഇനി ലോവർ നിങ്ങൾ പതുക്കെ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി ലോവർ ക്രിട്ടിക്കൽ ഫീൽഡിനേക്കാൾ കൂടുതലായി കഴിയുമ്പോൾ ഇയാൾ സൂപ്പർ കണ്ടക്ടിങ് നേച്ചറിൽ നിന്ന് പോരുകയും ചെയ്യും, പക്ഷെ നോർമൽ കണ്ടക്ടിങ് നേച്ചറിലേക്ക് എത്തുകയില്ല. അപ്പോൾ ഒരു മിക്സഡ് സ്റ്റേറ്റിലെത്തും ഇയാൾ. പിന്നെ നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി പിന്നെ ഒരു പർട്ടിക്കുലർ ഹയർ വാല്യൂയിലേക്ക് എത്തുമ്പോഴാണ് ഇയാൾ പൂർണ്ണമായിട്ടും സൂപ്പർ കണ്ടക്ടിങ് നേച്ചറിൽ നിന്നും മാറുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആ മാഗ്നറ്റിക് ഫീൽഡ് ലിമിറ്റിനെയാണ് നമ്മൾ അപ്പർ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, അപ്പർ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അപ്പർ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെയും ലോവർ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇടയിൽ ഇയാൾ സൂപ്പർ കണ്ടക്ടറിന്റെയും നോർമൽ കണ്ടക്ടറിന്റെയും ആയിട്ടുള്ള ഒരു മിക്സഡ് നേച്ചർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് മിക്സഡ് സ്റ്റേറ്റ് ഉണ്ട്, കംപ്ലീറ്റ് മീസ്നർ എഫക്റ്റ് ഫോളോ ചെയ്യത്തില്ല. അവരെ നമ്മൾ വിളിക്കുന്നത് ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നാണ്. ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. നോർമലി ഇവരെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? മെറ്റീരിയൽസ് വിത്ത് ഇംപ്യൂരിറ്റീസ്, അലോയ്സ് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിനെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത ആരാണ്? BCS തിയറി ഉപയോഗിച്ച് ബാർഡീൻ, കൂപ്പർ, ഷ്രൈഫർ എന്നിങ്ങനെയുള്ള 3 സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് 1957 സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സൂപ്പർ കണ്ടക്ടറിനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ലണ്ടൻ ഇക്വേഷൻ. എന്താണ് ലണ്ടൻ ഇക്വേഷൻ? സൂപ്പർ കണ്ടക്ടറിലെ കറന്റും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ ആണ് ലണ്ടൻ ഇക്വേഷൻ. H. ലണ്ടൻ, ഹെയ്ൻസ് ലണ്ടൻ, F. ലണ്ടൻ, ഫ്രിറ്റ്സ് ലണ്ടൻ എന്നീ 2 ജർമ്മൻ സയന്റിസ്റ്റുകളാണ് ലണ്ടൻ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തത്. 2 ഇക്വേഷൻ ഉണ്ട്. ഇതാ ഇവിടെ സൂപ്പർ കണ്ടക്ടറിലെ കറന്റ് ഡെൻസിറ്റി J ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് E തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ ആണിത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലണ്ടൻ ഇക്വേഷൻ ആണിത്. സൂപ്പർ കണ്ടക്ടറിലെ കറന്റ് ഡെൻസിറ്റി Jയും മാഗ്നറ്റിക് ഫീൽഡ് Bയും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ ആണിത്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൂപ്പർ കണ്ടക്ടറിനുള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ കിട്ടും. സൂപ്പർ കണ്ടക്ടറിൽ നിന്നും അറ്റ് ഡെപ്ത് എക്സിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇപ്പം ഈ ഇക്വേഷനിൽ നിന്ന് വ്യക്തമാണ് സൂപ്പർ കണ്ടക്ടറിനുള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? സർഫസിൽ നിന്നും ഉള്ളിലേക്ക് പോകുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യാണ്. ദെൻ ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ ഈസ് √m ഡിവൈഡഡ് ബൈ μ0 × ns × e². m എന്താണ്? ഇലക്ട്രോണിന്റെ സൂപ്പർ ഇലക്ട്രോണിന്റെ മാസ് ആണ് m. μ0 എന്താണ്? പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. n എന്താണ്? നമ്പർ ഓഫ് സൂപ്പർ ഇലക്ട്രോൺസ്, അതാണ് ns. e എന്താണ്? സൂപ്പർ ഇലക്ട്രോണിന്റെ ചാർജ്, അതാണ് e. അപ്പോൾ ഇതാണ് ലാംഡ വാല്യൂ. ഈ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ ഈസ് ആക്ച്വലി ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത്. ഈ ലാംഡയുടെ ഇക്വേഷൻ കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ചോദിച്ചിരുന്നു.
ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സൂപ്പർ കണ്ടക്ടറിൽ നിന്നും ഉള്ളിലേക്ക് പോകുന്തോറും അതിലെ മാഗ്നറ്റിക് ഫീൽഡ് സർഫസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ കുറഞ്ഞു വരും. അപ്പൊ എത്ര ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ്, എത്ര ഡെപ്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് സർഫസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ 1/e ടൈംസ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് സൂപ്പർ കണ്ടക്ടറിൽ റെഡ്യൂസ് ചെയ്യുന്നത്, ആ ലെങ്തിനെയാണ് ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. അത് കാണിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. √m/μ0 × ns × e². ഇനി സൂപ്പർ കണ്ടക്ടറിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ആണ് കൊഹറൻസ് ലെങ്ത്. കൊഹറൻസ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. നമ്മൾ ഡീറ്റെയിൽ ആയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ മാത്രം റിവൈസ് ചെയ്ത് നോക്കുക. -2h cut vf / π × Eg. vf എന്താണ്? ഫെർമി വെലോസിറ്റി. Eg എന്താണ്? സൂപ്പർ കണ്ടക്ടറിലെ എനർജി ബാൻഡ് ഗ്യാപ്പ് ആണ് Eg. h cut എന്താണ്? റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് h cut. സോ കൊഹറൻസ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ എനർജി ബാൻഡ് ഗ്യാപ്പ് ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫെർമി വെലോസിറ്റി ഇൻ സൂപ്പർ കണ്ടക്ടർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സൂപ്പർ കണ്ടക്ടറിനെ പറ്റി നമ്മൾ വളരെ ക്വിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് പോർഷൻ എന്താണ്? അക്വസ്റ്റിക്സ്. അക്വസ്റ്റിക്സ് നമുക്കറിയാം സൗണ്ടിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. സൗണ്ടിനെ നമ്മൾ മെയിൻലി 3 കാറ്റഗറിയായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലെസ് ദാൻ 20 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള സൗണ്ടിനെ ഇൻഫ്രാ റെഡ് സൗണ്ട്, ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയും. ദെൻ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ള സൗണ്ടാണ് ഓഡിബിൾ സൗണ്ട്. 20 കിലോ ഹെർട്സിന് മുകളിൽ ഫ്രീക്വൻസി ഉള്ള സൗണ്ടാണ് അൾട്രാസൗണ്ട്. ദെൻ 10 മെഗാ ഹെർട്സിന് മുകളിൽ ഫ്രീക്വൻസി ഉള്ള സൗണ്ടാണ് ഹൈപ്പർസോണിക് വേവ്സ്. ഇനി ഓരോ സൗണ്ടിന്റെയും ആപ്ലിക്കേഷൻ എന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ടിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? എർത്ത് കേക്ക് മോണിറ്റർ ചെയ്യാൻ, വോൾക്കാനിക് ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാനൊക്കെയാണ് ഇൻഫ്രാറെഡ് സൗണ്ട്സ് ഉപയോഗിക്കുന്നത്. ഓഡിബിൾ സൗണ്ടോ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഇതിനൊക്കെയാണ് ഓഡിബിൾ സൗണ്ട് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ളത് അൾട്രാസൗണ്ടിനാണ്. നമ്മൾ മെഡിക്കൽ ഇമേജിംഗ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, ഡെലിക്കേറ്റ് ഐറ്റംസ് ക്ലീൻ ചെയ്യുക, അണ്ടർ വാട്ടർ സോണാർ, സബ്മറൈൻ നാവിഗേഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല ആവശ്യങ്ങൾക്കും നമ്മൾ അൾട്രാസൗണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി നോക്കിയേ, ഇൻഫ്രാ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? എലിഫൻസ്, വെയിൽസ്, റൈനോസറസ്, ഇവരൊക്കെ ഇൻഫ്രാ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആനിമൽസ് ആണ്. അൾട്രാ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? ബാറ്റ്, ഡോൾഫിൻ, ഇവരൊക്കെ അൾട്രാ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആനിമൽസ് ആണ്. ദെൻ അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് നമ്മൾ ഹൈപ്പർസോണിക് വേവ്സ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട്. സൗണ്ടിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മ്യൂസിക്കൽ സൗണ്ട് എന്നും നോയ്സ് എന്നും. മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദം, നമുക്ക് കേൾക്കുമ്പോൾ പ്ലീസിംഗ് ആയിട്ട് തോന്നുന്ന സൗണ്ടാണ് മ്യൂസിക്കൽ സൗണ്ട്. നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സൗണ്ടിനെയാണ് നമ്മൾ നോയ്സ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂസിക്കൽ സൗണ്ടിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പിച്ച് ഓർ ഫ്രീക്വൻസി. പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂസിക്കൽ നോട്ട്സിന്റെ സെൻസേഷൻ, നമ്മുടെ ബ്രെയിനിലേക്ക് കൺവേ ചെയ്യുന്ന സെൻസേഷനെയാണ് നമ്മൾ പിച്ച് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദെൻ ക്വാളിറ്റി ഓർ ടിംബർ, അതായത് ഒരേ ഫ്രീക്വൻസിയും ഒരേ ഇന്റൻസിറ്റിയും ഉള്ള സൗണ്ട് ഡിഫറെന്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു വയലിന്, ഒരു കീബോർഡ് ഒക്കെ ചിലപ്പോൾ ഒരേ ഫ്രീക്വൻസി ഒരേ ഇന്റൻസിറ്റിയും ഉള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ആ സൗണ്ടിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ടിംബർ ആണ്. ദെൻ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട്, ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി ഫ്ലോയിങ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് സൗണ്ട് ഇന്റൻസിറ്റി ആണ് നമ്മൾ I0 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് ടു വിച്ച് എ നോർമൽ ഹ്യൂമൻ ഇയർ ക്യാൻ റെസ്പോണ്ട്. നമ്മുടെ ചെവിക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. അതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ ഇൻറ്റൻസിറ്റി. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇൻറ്റൻസിറ്റി നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബെൽ അല്ലെങ്കിൽ ഡെസിബെൽ എന്നുള്ള യൂണിറ്റിലാണ്. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ ബഹുമാനാർത്ഥമാണ് നമ്മൾ ബെൽ എന്നുള്ള യൂണിറ്റ് കൊടുക്കുന്നത്. അങ്ങനെ ഇൻറ്റൻസിറ്റിയെ ഡെസിബെലിൽ എക്സ്പ്രസ് ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി വാട്ട് പെർ മീറ്റർ സ്ക്വയറിൽ അറിയാമെങ്കിൽ അതിനെ ഡെസിബെലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? 10 log to the base 10 I/I0. I0 എന്ന് പറയുന്നത് എന്താ? 10⁻⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് I0. അപ്പോൾ
നിങ്ങൾക്ക് കിട്ടുന്ന സൗണ്ടിന്റെ ഇന്റൻസിറ്റി I0 തന്നെയാണ്. 10⁻12 ആണെങ്കിൽ അതിന് ഡെസിബൽ എത്രയായിരിക്കും? അത് 0 dB ആയിരിക്കും. വരുന്ന സൗണ്ടിന്റെ ഇന്റൻസിറ്റി 1 watt/m² ആണെങ്കിൽ ഡെസിബലിൽ അത് എത്രയായിരിക്കും? 120 dB ആയിരിക്കും. അപ്പോൾ നമ്മൾ കേൾക്കുന്ന സൗണ്ടിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 20 Hz to 20 kHz ആണ്. ഇനി dB പറയുകയാണെങ്കിൽ അതിന് ഇന്റൻസിറ്റി പറയുകയാണെങ്കിൽ 0 dB മുതൽ 120 dB വരെയുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇന്റൻസിറ്റിയെ ഡെസിബലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഓക്കെ, ഇനി ഒരു dB ഒരു സൗണ്ടിന്റെ എനർജി 1 dB ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റിയിൽ എത്ര വ്യത്യാസം ഉണ്ടാവുന്നത്? 26% വ്യത്യാസമാണ് 1 dB നിങ്ങൾ സൗണ്ട് എനർജി ഇംപ്രൂവ് ചെയ്താൽ ഉണ്ടാകുന്നത്. 26%, 26%. ഇത് കഴിഞ്ഞ AD എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ ചെവിക്ക് നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ഇന്റൻസിറ്റി റേഞ്ച് എത്രയാണ്? 0 dB മുതൽ 120 dB വരെയുള്ള സൗണ്ടാണ് നമ്മൾ നോർമലി കേൾക്കുന്നത്. ഇനി ലൗഡ്നെസ്, സൗണ്ടിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലൗഡ്നെസ്. ബട്ട് ലൗഡ്നെസ് എന്ന് പറയുന്ന ഒരു മെഷറബിൾ ക്വാണ്ടിറ്റി അല്ല. ലൗഡ്നെസ് ഒരു ഫിസിയോളജിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഒരു ഫിസിയോളജിക്കൽ പേഴ്സൺ ടു പേഴ്സൺ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ചെവിയിൽ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻസേഷൻ ആണ് ശരിക്കും ലൗഡ്നെസ് എന്ന് പറയുന്നത്. മെഷറബിൾ ക്വാണ്ടിറ്റി അല്ലെങ്കിലും പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്നതാണെങ്കിലും അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ മെഷർമെന്റ് ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. ഓരോ പേഴ്സണിനും ഓരോ മെഷർമെന്റ് ആയിരിക്കും അതിനുള്ളത്. അതൊരു സബ്ജക്റ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആ ലൗഡ്നെസ്സിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡെസിബൽ അല്ലെങ്കിൽ ഫോൺ എന്നൊക്കെ പറയുന്ന യൂണിറ്റ് ലൗഡ്നെസ്സിനും യൂസ് ചെയ്യാം. ഇനി സൗണ്ടിന്റെ ലൗഡ്നെസ്സും ഇന്റൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ലോ ആണ് വെബർ-ഫെക്നർ ലോ. വെബർ-ഫെക്നർ ലോ പ്രകാരം പറയുന്നത് loudness is directly proportional to the logarithm of intensity. Loudness is directly proportional to the logarithm of sound intensity. ഇതാണ് വെബർ-ഫെക്നർ ലോ. ഇനി നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. അതായത് സൗണ്ട് എത്രത്തോളം ഒരു മെറ്റീരിയൽ സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ടേമാണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. അതായത് വരുന്ന സൗണ്ടിനെ, ഇത് നമ്മളൊരു റിലേറ്റീവായിട്ടാണ് പറയുന്നത്. ഒരു ഓപ്പൺ വിൻഡോയെ നമ്മളൊരു പെർഫെക്റ്റ് സൗണ്ട് അബ്സോർബറായിട്ട് കണക്കാക്കും. വരുന്ന സൗണ്ടിനെ മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന ഒരാളാണ് ഒരു ഓപ്പൺ വിൻഡോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പൺ വിൻഡോയുമായിട്ട് നോക്കുമ്പോൾ അയാളുടെ അബ്സോർപ്ഷൻ എത്ര എന്നുള്ള രീതിയിൽ റിലേറ്റീവായിട്ടാണ് നമ്മൾ പറയുന്നത്. അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ എന്താ? സൗണ്ട് എനർജി അബ്സോർബ്ഡ് ബൈ 1 m² ഓഫ് ദ സർഫസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ സൗണ്ട് എനർജി അബ്സോർബ്ഡ് ബൈ 1 m² ഓഫ് ഓപ്പൺ വിൻഡോ. ഇതാണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. ഇതിന്റെ വാല്യൂ 0 മുതൽ 1 വരെ വേരി ചെയ്യും. ഒരു പെർഫെക്റ്റ് അബ്സോർബറിൽ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് വാല്യൂ 1 ആയിരിക്കും. ഒരു പെർഫെക്റ്റ് സൗണ്ട് റിഫ്ലക്ടറിൽ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് വാല്യൂ 0 ആയിരിക്കും. ഇനി നോക്കിയേ, ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടൈമാണ് സ്റ്റാൻഡേർഡ് റിവർബറേഷൻ ടൈം. ഒരു സൗണ്ട് സോഴ്സ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും കുറേ നേരത്തേക്ക് ആ സൗണ്ട് അവിടെ പ്രിസർവ് ചെയ്യും. എങ്ങനെയാണ്? അതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം. അപ്പോൾ ഒരു സൗണ്ട് സോഴ്സ് സ്റ്റോപ്പ് ചെയ്താലും സൗണ്ട് സ്റ്റോപ്പ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിനെയാണ് നമ്മൾ റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് റിവർബറേഷൻ ടൈം എന്ന് പറഞ്ഞാലോ, ടൈം ടേക്കൺ ബൈ ദ സൗണ്ട് ഇന്റൻസിറ്റി ടു ഫോൾ 1 millionth ഓഫ് ഇനിഷ്യൽ ഇന്റൻസിറ്റി. അതായത് സൗണ്ട് സോഴ്സ് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഇന്റൻസിറ്റിയുടെ 10⁻⁻6 ആയിട്ട് ഇന്റൻസിറ്റി റെഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ 1 millionth ആയിട്ട് ഇന്റൻസിറ്റി റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് സ്റ്റാൻഡേർഡ് റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റൻസിറ്റി ഇങ്ങനെ വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. അന്നേരം ഉണ്ടായിരുന്ന ഇന്റൻസിറ്റിയേക്കാൾ 60 dB ഇന്റൻസിറ്റി കുറയാൻ എടുക്കുന്ന സമയമാണ് സ്റ്റാൻഡേർഡ് റിവർബറേഷൻ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്റ്റാൻഡേർഡ് റിവർബറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സബൈൻ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ സബൈൻ ഫോർമുല എന്നാണ് പറയുന്നത്. അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് യൂണിറ്റ് സബൈൻ പെർ m² ആണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് യൂണിറ്റ്. ഇതാണ് സബൈൻ ഫോർമുല. ഇവിടെ നോക്കിയേ, സബൈൻ ഫോർമുല 0.161 V ഡിവൈഡഡ് ബൈ സിഗ്മ AS. ഈ സിഗ്മ AS എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ടോട്ടൽ അബ്സോർപ്ഷൻ ഏരിയ എന്നാണ് പറയുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഉപയോഗിച്ചേക്കുന്ന മെറ്റീരിയലിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്, എസ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ. അപ്പോൾ ചിലപ്പോൾ ഒരേ മെറ്റീരിയൽ ആയിരിക്കില്ല എല്ലായിടത്തും ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടൽ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓരോ മെറ്റീരിയലിന്റെയും അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഇൻറ്റു ആ മെറ്റീരിയലിന്റെ സർഫസ് ഏരിയ പ്ലസ് അടുത്ത മെറ്റീരിയലിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഇൻറ്റു ആ മെറ്റീരിയലിന്റെ സർഫസ് ഏരിയ. ഇങ്ങനെ നമ്മൾ എല്ലാം കൂടെ സം ചെയ്ത് കണ്ടുപിടിക്കണം. വി എന്താണ്? വി ഇസ് ദ
വോളിയം ഓഫ് ദ റൂം. അപ്പോൾ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് അല്ലെ സബൈൻ ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ദ റൂം ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടോട്ടൽ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. സോ ആ റിലേഷനൊക്കെ ഓർത്തിരിക്കണം. ദെൻ നമുക്ക് സൗണ്ടിന്റെ അൾട്രാസൗണ്ടിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് സോണാർ. സോണാർ എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അതിനെയാണ് നമ്മൾ സോണാർ എന്ന് പറയുന്നത്. സോണാർ ടെക്നിക്ക് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ആൻഡ് ഡിറ്റർമൈൻ ദ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് അണ്ടർ വാട്ടർ ഒബ്ജക്ട് യൂസിങ് അക്വസ്റ്റിക് മീൻസ്. അൾട്രാസൗണ്ട് വേവ്സിനെ അയച്ച് നമ്മുടെ കടലിനടിയിൽ വെള്ളത്തിനടിയിലുള്ള ഒബ്ജക്ട്സിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്, അല്ലെങ്കിൽ അവർ മൂവ് ചെയ്യുവാണെങ്കിൽ അവരുടെ ഡയറക്ഷൻ ഏതാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോണാർ. സബ്മറൈൻസിലൊക്കെ നമ്മൾ സോണാർ ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. ദെൻ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. ഇതെന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആ ഹൈ ഫ്രീക്വൻസി ഉള്ള അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ച് നമ്മുടെ ഡിഫക്ട്സ് ഓഫ് ഫ്ലോസ്, ഇറഗുലാരിറ്റീസ്, മെറ്റീരിയലിനകത്തുള്ള ഇറഗുലാരിറ്റീസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിക്കാറുണ്ട്. ദെൻ അൾട്രാസൗണ്ട് വേവ്സ് വേറെ എവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. മെറ്റീരിയൽസിനെ, ഡെലിക്കേറ്റ് മെറ്റീരിയൽസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല പല ആപ്ലിക്കേഷൻസിന് അൾട്രാസൗണ്ട് വേവ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആപ്ലിക്കേഷൻസ് ആണ് സോണാർ ആൻഡ് NDT. ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. അടുത്ത പോർഷൻ ഏതാണ്? സോളാർ സെൽ. എന്താണ് സോളാർ സെൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സോളാർ സെൽ. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോട്ടോ വോൾട്ടായിക് സെൽസ്: എഫിഷ്യൻസി, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ്, ഫിൽ ഫാക്ടർ. ഇവരൊക്കെയാണ് ഒരു ഫോട്ടോ വോൾട്ടായിക് സെല്ലിന്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതല്ലാതെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഫിഷ്യൻസി എന്താണ്? ഇറ്റ് ഡിറ്റർമൈൻസ് ദ എബിലിറ്റി ടു കൺവേർട്ട് സൺലൈറ്റ് ടു ഇലക്ട്രിസിറ്റി, ടിപ്പിക്കലി മെഷേർഡ് ആസ് പെർസെൻറ്റേജ്. അത് വന്നിരിക്കുന്ന ലൈറ്റിന്റെ എത്ര പെർസെൻറ്റേജിനെ അയാൾ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അത് കണ്ടുപിടിക്കാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഫിഷ്യൻസി. എന്താണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്? മാക്സിമം വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് വെൻ the solar cell is not connected to any external load. ഒരു എക്സ്റ്റേണൽ ലോഡിനോടും കണക്ട് ചെയ്തില്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജ് ആണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഷോർട്ട് സർക്യൂട്ട് കറണ്ടോ? മാക്സിമം കറണ്ട് പ്രൊഡ്യൂസ്ഡ് വെൻ ദ ടെർമിനൽസ് ആർ ഷോർട്ട് സർക്യൂട്ടഡ്. അതാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഇനി ഇവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫിൽ ഫാക്ടർ. ഫിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ ഓഫ് മാക്സിമം പവർ ഔട്ട്പുട്ട് ടു ദ പ്രൊഡക്റ്റ് ഓഫ് VOC ആൻഡ് ISC ഇൻഡിക്കേറ്റിംഗ് കൺവേർഷൻ എഫിഷ്യൻസി. അതിനെയാണ് ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു സോളാർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജ്, ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള മാക്സിമം വോൾട്ടേജ്, ദെൻ മാക്സിമം കറണ്ട്, ലോഡ് ഉള്ളപ്പോൾ ഉള്ള മാക്സിമം കറണ്ട്. ഇനി ഇതിൻ്റെയും ദെൻ VOC, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, ഇവരുടെ പ്രൊഡക്റ്റിൻ്റെയും റേഷ്യോയാണ് നമ്മൾ ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത്. നോർമലി ഫിൽ ഫാക്ടറിൻ്റെ വാല്യൂ 0.7 അടുത്തായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ സോളാർ സെല്ലിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റ് ഇക്വേഷൻ ആണ് കറണ്ടിന്റെ ഇക്വേഷൻ. കറണ്ട് ഇക്വേഷൻ ഇൻ സോളാർ സെൽ. നമ്മൾ ഡയോഡിൽ ഉപയോഗിക്കുന്ന സോളാർ സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ആക്ച്വലി PN ജംഗ്ഷൻ ഡയോഡ്. ആ ഡയോഡിൽ ഉപയോഗിക്കുന്ന ഒരു ഫോർവേഡ് ബയസ് ഡയോഡ് തന്നെയാണ്. ആ ഡയോഡിൽ ഉപയോഗിക്കുന്ന കറണ്ട് പ്ലസ് അതിൻ്റെ കൂടെ എന്ത് വരും? ഇവിടെ ഒരു ഇല്യൂമിനേഷൻ കാരണം, ഫോട്ടോൺസ് കാരണം ഉണ്ടാകുന്ന ഒരു കറണ്ട് ഉണ്ട്. സൺലൈറ്റ് ഇൻസിഡന്റ് ചെയ്തുള്ള ഫോട്ടോൺസ് കാരണം ഉണ്ടാകുന്ന ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ട് ഈ ഡയോഡിൽ, ഫോർവേഡ് ബയസ് ഡയോഡിലുള്ള കറണ്ടിന്റെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ -IL എന്ന് എഴുതുന്നത്. IL എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോട്ടോ കറണ്ട്. ഇത് ഡയോഡിന്റെ കറണ്ടിന്റെ ഇക്വേഷൻ തന്നെയാണ്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് I0 × e⁻⁻⁻1. ഇത് നോർമൽ ഡയോഡിന്റെ കറണ്ട് തന്നെയാണ്. അത് മൈനസ് ഫോട്ടോ കറണ്ട് IL ആണ് സോളാർ സെല്ലിലെ കറണ്ട്. ഇനി സോളാർ സെല്ലിലെ കറണ്ട് വെൻ V0 ഷോർട്ട് സർക്യൂട്ട് ചെയ്യുവാണെങ്കിൽ സോളാർ സെല്ലിലെ കറണ്ട് എന്താ? ഈ വാല്യൂ 0 ആവുകയാണ്. V0 ആവുക എന്ന് പറഞ്ഞാൽ ഈ V0, ഈ വാല്യൂ 0 ആണ്. അപ്പോൾ ഇതെന്തോ e⁻0 വരും. സോ e⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 - 1 0 ആണ്. സോ ഈ ഫസ്റ്റ് ടൈം കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആയി പോകും. സോ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോളാർ സെല്ലിൽ ഫോട്ടോ കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി വോൾട്ടേജ് അക്രോസ് ദ സോളാർ സെൽ വെൻ I0, അതായത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾ ഈ സെയിം ഇക്വേഷനിൽ
ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ഈ സെയിം ഇക്വേഷനിൽ IA0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. IA0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ IL ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരും. IL ഡിവൈഡഡ് ബൈ I0 പ്ലസ് 1 ഈസ് ഈക്വൽ ടു e⁻v/VT എന്ന് കിട്ടും. ദെൻ രണ്ട് സൈഡിലും ലോഗരിതം എടുത്താൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കിട്ടും. സോ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇൻ സോളാർ സെൽ എന്ന് പറയുന്നത് VT × ln IL ബൈ I0 പ്ലസ് 1 ആണ്. Conversion efficiency of solar cell. Conversion efficiency of solar cell. It is the ratio of electrical power to the optical power. അതാണ് conversion efficiency. Approximately ഇതിന്റെ വാല്യൂ എത്രയാണ്? 0.2 ആണ് സോളാർ സെല്ലിലെ കൺവേർഷൻ എഫിഷ്യൻസിയുടെ വാല്യൂ. അതായത് ഒരു സോളാർ സെല്ലിന്റെ എഫിഷ്യൻസി നിങ്ങൾ ചോദിച്ചാൽ 20% to 25% ഒക്കെ ആയിരിക്കും അതിന്റെ എഫിഷ്യൻസി. സോ കൺവേർഷൻ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? VM × IM ഡിവൈഡഡ് ബൈ ഒപ്റ്റിക്കൽ പവർ. ഇതാണ് കൺവേർഷൻ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എന്താണ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? അതായത് കണ്ടക്ടിവിറ്റി, കണ്ടക്ടറിന്റെ അത്രയും കണ്ടക്ടിവിറ്റി ഇല്ല, ദെൻ ഇൻസുലേറ്ററിന് അത്രയും റെസിസ്റ്റിവിറ്റി ഇല്ല. ഇതിനിടയ്ക്കുള്ള മെറ്റീരിയലാണ് നമ്മൾ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന സെമി കണ്ടക്ടർ ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 4 എലമെന്റ്സിനെയാണ് നമ്മൾ നോർമലി സെമി കണ്ടക്ടർ ആയിട്ട് പറയുന്നത്. സിലിക്കണും ജെർമേനിയും ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടേഴ്സ്. ദെൻ സെമി കണ്ടക്ടറിനകത്ത് എനർജി ബാൻഡ് ഗ്യാപ്പ് എത്രയായിരിക്കും? അപ്രോക്സിമേറ്റ്ലി 1.1 ഇലക്ട്രോൺ വോൾട്ടിന് അടുത്തായിരിക്കും അതിന്റെ എനർജി ബാൻഡ് ഗ്യാപ്പ്. കണ്ടക്ടറിലാണെങ്കിലോ എനർജി ബാൻഡ് ഗ്യാപ്പ് 0 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഇൻസുലേറ്ററിലാണെങ്കിലോ ഗ്രേറ്റർ ദാൻ 5 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. സെമി കണ്ടക്ടറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിനെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അവര് റൂം ടെമ്പറേച്ചറിൽ കണ്ടക്ട് ചെയ്യും, പക്ഷെ കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് അവരൊരു ഇലക്ട്രോണിക് ഡിവൈസിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. സോ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡോപ്പ് ചെയ്യും. ഇമ്പ്യൂരിറ്റീസ് കൊണ്ട് ഡോപ്പ് ചെയ്ത് നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള N ടൈപ്പ് അല്ലെങ്കിൽ P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ ഫോം ചെയ്യും. ആ സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് 3 ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് കൊണ്ട് വേണം ഡോപ്പ് ചെയ്യാൻ. N ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് 5 ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് കൊണ്ട് വേണം ഡോപ്പ് ചെയ്യാൻ. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് 3 ഇമ്പ്യൂരിറ്റീസ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇവരാണ് ഗ്രൂപ്പ് 3 ഇമ്പ്യൂരിറ്റീസ്. ഗ്രൂപ്പ് 5 ഇമ്പ്യൂരിറ്റീസോ നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇവരാണ് ഗ്രൂപ്പ് 5 ഇമ്പ്യൂരിറ്റീസ്. ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണ്? ഫോസ്ഫറസിനെയും ആഴ്സനിക്കിനെയാണ് നമ്മൾ N ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ സെമി കണ്ടക്ടറിന്റെ ഇലക്ട്രോൺ ബാൻഡ് ഗ്യാപ്പ് എങ്ങനെയാണ്? 0 ഡിഗ്രി കെൽവിൻ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ സിലിക്കന്റെ ബാൻഡ് ഗ്യാപ്പ് 1.21 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ജെർമേനിയത്തിൻ്റെത് 0.785 ഇലക്ട്രോൺ വോൾട്ട് ആണ്. റൂം ടെമ്പറേച്ചറിലാണെങ്കിലോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ബാൻഡ് ഗ്യാപ്പ് കുറയും. റൂം ടെമ്പറേച്ചറിൽ 1.1 ഇലക്ട്രോൺ വോൾട്ട് ഫോർ സിലിക്കൺ ആൻഡ് 0.72 ഇലക്ട്രോൺ വോൾട്ട് ഫോർ ജെർമേനിയം. അപ്പോൾ സെമി കണ്ടക്ടറിന്റെ ഇലക്ട്രോൺ ബാൻഡ് ഗ്യാപ്പും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഫോർ സിലിക്കൺ Eg is equal to Eg0 minus 3.6 into 10 raised to minus 4 T, and for germanium Eg equal to Eg0 minus 2.23 into 10 raised to minus 4 T. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും വ്യക്തമാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എനർജി ബാൻഡ് ഗ്യാപ്പ് കുറയും. സോ ദെൻ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, മൊബിലിറ്റി ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, നിങ്ങൾക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി VD അറിയാമെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD ക്യാൻ ബി റിട്ടൺ ആസ് mu into E. അല്ലെങ്കിൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മൂവ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ മൊബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു കരിയറിന്റെ മൊബിലിറ്റി കണ്ടുപിടിക്കാൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ചെയ്താൽ മതി. ഇതാ മൊബിലിറ്റിയുടെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. മൊബിലിറ്റി എന്താണ്? E into tau c ഡിവൈഡഡ് ബൈ Mn. മൊബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ, ഒരു കാരിയറിന്റെ മൊബിലിറ്റിയാണ് ഈ തന്നേക്കുന്നത്. ഇവിടെ E എന്താണ്? E ഇസ് ദ ചാർജ് ഓഫ് ദാറ്റ് കാരിയർ. ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ്, ഹോൾ ആണെങ്കിൽ ഹോളിന്റെ ചാർജ്. ടോസി എന്താണ്? മീൻ ഫ്രീ ടൈം ആണ് ടോസി. ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവർ ഇങ്ങനെ കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ രണ്ട് സക്സസീവ് കൊളീഷന്റെ ഇടയ്ക്കുള്ള ടൈമിനെയാണ് നമ്മൾ മീൻ ഫ്രീ ടൈം അല്ലെങ്കിൽ ടോസി എന്ന് വിളിക്കുന്നത്. ദെൻ Mn എന്താണ്? എഫക്റ്റീവ് മാസ് ഓഫ് ദാറ്റ് കാരിയർ.
അപ്പോൾ ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും എങ്ങനെയാണെന്ന് ചോദിക്കും. ഇവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും കൂടും. ദെൻ മൊബിലിറ്റിയുടെ റിലേഷൻ നോക്കാം. മൊബിലിറ്റി ഈക്വൽ ടു VD/E. ഇനി നോക്കിയേ, റൂം ടെമ്പറേച്ചറിൽ സിലിക്കണിലുള്ള മൊബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. സിലിക്കണിലെ നോർമലി മൊബിലിറ്റി കൂടുതൽ ഇലക്ട്രോൺസിനാണ്. സിലിക്കണിലായാലും ജർമേനിയത്തിലായാലും എവിടെയായാലും ഇലക്ട്രോൺസിനാണ് മൊബിലിറ്റി കൂടുതൽ. സോ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് റൂം ടെമ്പറേച്ചറിൽ സിലിക്കണിൽ 1300 cm²/V ആണ്. ഹോൾസിനാണെങ്കിൽ 500 cm²/V ആണ്. ജർമേനിയത്തിൻ്റെ കേസിലാണെങ്കിലോ റൂം ടെമ്പറേച്ചറിൽ 3800 cm²/V ആണ്. അതിലെ ഹോൾസിനാണെങ്കിലോ 1800. അപ്പോൾ നിങ്ങളിത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മൊബിലിറ്റി ഓഫ് ഹോൾസിനേക്കാൾ ഓൾമോസ്റ്റ് 3 times കൂടുതലാണ്. ഹോൾസിൻ്റെ മൊബിലിറ്റി 500 ആകുമ്പോൾ ഇലക്ട്രോണിൻ്റെ 1300. ജർമേനിയത്തിൽ ഹോൾസിൻ്റെ മൊബിലിറ്റി 1800 ആകുമ്പോൾ ഇലക്ട്രോണിൻ്റെ മൊബിലിറ്റി 3800. ഓക്കെ, ഓൾമോസ്റ്റ് 3 times ആണ്. ഇനി നമുക്ക് ഫെർമി ലെവൽ എന്താണ്? ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയ ക്ലാസ്സിലെടുത്താണ് നമ്മൾ റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ഷൻ ബാൻഡിൻ്റെയും വാലൻസ് ബാൻഡിൻ്റെയും ഇടയ്ക്ക് ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കാനുള്ള, അതായത് ഫെർമി ലെവൽ ഒരു എനർജി ലെവലാണ് ഫെർമി ലെവൽ. ഫെർമി ലെവൽ ഈസ് ദാറ്റ് എനർജി ലെവൽ അറ്റ് വിച്ച് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഈസ് 0.5 അറ്റ് നോൺ സീറോ ടെമ്പറേച്ചർ. നോൺ സീറോ ടെമ്പറേച്ചറിൽ ഒരു ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി 0.5 ആയിട്ടുള്ള എനർജി ലെവലിനെയാണ് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ഫെർമി ലെവൽ നമുക്ക് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. അതിൻ്റെ ഇക്വേഷനാണ് ഈ തന്നേക്കുന്നത്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? അതായത് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത് മിഡ് വേ ബിറ്റ്വീൻ ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ആയിരിക്കും. വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും എക്സാക്ട്ലി മിഡിലായിട്ടായിരിക്കും ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഫെർമി ലെവൽ കിടക്കുന്നത്. ഇനി നിങ്ങൾ അതിനെ ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്ത് ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ ആയാൽ ഫെർമി ലെവലിൽ എന്ത് പറ്റും? ഫെർമി ലെവൽ ഷിഫ്റ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൻ്റെ അടുത്തേക്ക് പോകും. ഇനി നിങ്ങൾ അതിനെ ഡോപ്പ് ചെയ്ത് P ടൈപ്പ് മെറ്റീരിയൽ ആക്കുവാണെങ്കിൽ ഫെർമി ലെവലിൽ എന്ത് പറ്റും? മിഡിൽ നിന്നും അത് ഷിഫ്റ്റ് ചെയ്ത് വാലൻസ് ബാൻഡിന് അടുത്തേക്ക് വരും. അപ്പോൾ ആ കാര്യമാണ് നമ്മൾ മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടറിനുള്ള ഇക്വേഷനാണ് ഈ തന്നേക്കുന്നത്. Ne/μN. ഒരു സെമി കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺ കാരണമുള്ള കറണ്ടും കാണും, ഹോള് കാരണമുള്ള കറണ്ടും കാണും. അപ്പോൾ ഇലക്ട്രോൺ കാരണമുള്ള കറണ്ടാണ് Ne/μN. എന്താണ് N? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഈ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, μN മൊബിലിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ. ദെൻ ഹോള് കാരണമുള്ള കറണ്ടാണ് Pe/μP. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഹോൾസ്, ഈ ചാർജ് ഓഫ് ഹോൾസ്, μP എന്ന് പറയുന്നത് അതിൻ്റെ മൊബിലിറ്റി. അപ്പോൾ ഇതാണ് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ. ഓർത്തിരിക്കാൻ കഴിയുമെങ്കിൽ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ് മാസ് ആക്ഷൻ ലോ. അതായത് തെർമൽ ഇക്വിലിബ്രിയത്തിൽ ദ പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺ ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡോണർ ആൻഡ് അക്സെപ്റ്റർ ഇംപ്യൂരിറ്റി ഡോപ്പിംഗ്. തെർമൽ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ ഏത് സെമി കണ്ടക്ടർ എടുത്തോ, ഇൻട്രിൻസിക് ആയിട്ടോ എക്സ്ട്രിൻസിക് ആയിക്കോട്ടെ, അതിലെ ഹോൾസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും എണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ മാസ് ആക്ഷൻ ലോ എന്ന് പറയുന്നത്. N/P. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഈ മാസ് ആക്ഷൻ ലോ ഉപയോഗിച്ച് നമ്മൾ ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ തരും, എന്നിട്ട് നമ്പർ ഓഫ് ഡോണർ ആറ്റംസ് തരും. ഡോണർ ആറ്റംസ് തന്നു കഴിഞ്ഞാൽ അതാണ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം N. ഇനി നമ്പർ ഓഫ് അക്സെപ്റ്റർ ആറ്റംസ് തന്നാലോ അതാണ് ഹോൾസിൻ്റെ എണ്ണം P. അപ്പോൾ ഒന്നിൽ നമ്പർ ഓഫ് ഡോണർ ആറ്റംസ് തരും, അല്ലെങ്കിൽ നമ്പർ ഓഫ് അക്സെപ്റ്റർ ആറ്റംസ് തരും. അത് തന്നിട്ട് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷനോട് തന്നാൽ ഹോൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ഇക്കഴിഞ്ഞ AD എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് PN ജംഗ്ഷൻ ഡയോഡ്. PN ജംഗ്ഷൻ ഡയോഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ PN ജംഗ്ഷൻ ഡയോഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇക്വേഷൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ നോക്കി, ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്തിൻ്റെ ഇക്വേഷൻ. ഡിപ്ലീഷൻ വിഡ്ത്ത് PN ജംഗ്ഷൻ ഡയോഡിൽ നിങ്ങൾക്കറിയാം, ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറും N ടൈപ്പ് സെമി കണ്ടക്ടറും തമ്മിൽ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ഡിപ്ലീഷൻ, അതായത് ചാർജ് കാരിയേഴ്സ് കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ഇൻമൊബൈൽ അയോൺസ് ഉള്ള ഒരു റീജിയൻ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ആ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
നമുക്കറിയാം 2 എപ്സിലോൺ റൂട്ട് ഓഫ് 2 എപ്സിലോൺ വി നോട്ട് ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു 1 ബൈ എൻ എ പ്ലസ് 1 ബൈ എൻ ഡി. ഇവിടെ എപ്സിലോൺ എന്താ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, വി നോട്ട് എന്താ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ, ഇ എന്താ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ, എൻ എ എന്താ നമ്പർ ഓഫ് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി, എൻ ഡി നമ്പർ ഓഫ് ഡോണർ ഇമ്പ്യൂരിറ്റി. അപ്പോൾ ഇതെല്ലാം അറിയാമെങ്കിൽ ഡിപ്ലീഷൻ ലെയറിന്റെ വിട്ട് കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഡിപ്ലീഷൻ ലെയറിന്റെ വിട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ റേസ് ടു 1/2. W is proportional to root of V naught. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് നിങ്ങൾ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അപ്ലൈഡ് പൊട്ടൻഷ്യൽ കൂട്ടുന്നതിനനുസരിച്ച് ഡിപ്ലീഷൻ ലെയറിന്റെ വിട്ടിന് എന്ത് മാറ്റം ഉണ്ടാവുന്നത്, ഡിപ്ലീഷൻ ലെയറിന്റെ വിട്ട് ഇൻക്രീസ് ചെയ്യും. ഇത് അബ്രപ്റ്റ് പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ കേസാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി ഗ്രേഡഡ് ജംഗ്ഷൻ ഉണ്ട്. ഗ്രേഡഡ് ജംഗ്ഷനിൽ എങ്ങനെയാണ് മാറുന്നത്, വി നോട്ട് റേസ് ടു 1/3 ആണ് അവിടെ വേരിയേഷൻ വരുന്നത്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നോക്കി, ഇനി ഈ വി നോട്ട് ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, വി ടി ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് എൻ എ എൻ ഡി ബൈ എൻ ഐ സ്ക്വയർ. വി ടി എന്താ തെർമൽ വോൾട്ടേജ്, തെർമൽ വോൾട്ടേജ് ആണ് വി ടി. വി ടി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, വി ടി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു ടി. കെ ബി എന്താ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ടി. കെ ബി എന്താണ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഇൻ ഇലക്ട്രോൺ വോൾട്ട് പെർ കെൽവിൻ, അതാണ് കെ ബി. 8.6 ഇൻറ്റു 10⁻⁻⁵. ടി എന്താണ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. അപ്പോൾ വി ടി എന്ന് പറയുന്നത് നോർമലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി 26 മില്ലി വോൾട്ട് ആണ് വി ടിയുടെ വാല്യൂ. എൻ എ എൻ ഡി നിങ്ങൾക്കറിയാം ഡോണർ ആൻഡ് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസിൻ്റെ കോൺസെൻട്രേഷൻ. എൻ ഐ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലെ കാരിയറിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലീഷൻ വിട്ട് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഡിപ്ലീഷൻ വിട്ട് കണ്ടുപിടിക്കാം. ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വി നോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഇതിനകത്ത് പി എൻ ജംഗ്ഷൻ ഡയോഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പി എൻ ജംഗ്ഷൻ ഡയോഡിലെ കറണ്ടിന്റെ ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ ഓൾറെഡി സോളാർ സെല്ല് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു. കറണ്ടിന്റെ ഇക്വേഷൻ എന്താ, I = I0 × e⁻⁻⁻1. ഇവിടെ V എന്താണ് ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, വി ടി എന്താണ് തെർമൽ വോൾട്ടേജ്, നമ്മൾ പറഞ്ഞു 26 മില്ലി വോൾട്ട്. I0 എന്താണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് I0. ഈറ്റ എന്താണ്, ഈറ്റ ഈസ് ദ ഐഡിയാലിറ്റി ഫാക്ടർ. ഈറ്റ വാല്യൂ ഈസ് 1. ഈറ്റ വാല്യൂ ഈസ് 1 ഫോർ ജെർമേനിയം ആൻഡ് ഈറ്റ വാല്യൂ ഈസ് 2 ഫോർ സിലിക്കൺ. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. I = I0 × e⁻⁻⁻1. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ മാത്രമേ ഇതിനകത്ത് നോക്കുന്നുള്ളൂ. ഇനി ഈ ഒരു ഡയോഡ് സ്മോൾ സിഗ്നൽ ഓപ്പറേഷനിൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ അതിൻ്റെ ഡൈനാമിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡയോഡിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സ്ലോപ്പ് എടുത്ത് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ ഡൈനാമിക് റെസിസ്റ്റൻസ്. ഡൈനാമിക് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ, ഈറ്റ വി ടി ഡിവൈഡഡ് ബൈ ഐ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ, ഡൈനാമിക് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ത്രൂ ദ ഡയോഡ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഈറ്റ എന്താണ്, ഈറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണെന്ന്. ഈറ്റ ഈസ് 2 ഫോർ സിലിക്കൺ, ഈറ്റ ഈസ് 1 ഫോർ ജെർമേനിയം, ഈറ്റ ഈസ് ദ ഐഡിയാലിറ്റി ഫാക്ടർ. ഐ എന്താണ് കറണ്ട്, വി ടി എന്താണ് തെർമൽ വോൾട്ടേജ്. ഇനി നമുക്ക് ഡയോഡിനകത്ത് 2 ടൈപ്പിലുള്ള ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഉണ്ട്. ഒന്ന് ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ഓർ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ്. ഇത് എപ്പോഴാണ് ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കുമ്പോൾ ഉള്ള കപ്പാസിറ്റൻസ് ആണ് ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ഓർ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ്. അതിന്റെ ഇക്വേഷൻ എന്താണ്, εA/W, വേർ W is the ഡിപ്ലീഷൻ വിഡ്ത്ത്. അപ്പോൾ ഡിപ്ലീഷൻ വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് ട്രാൻസിഷൻ കപ്പാസിറ്റൻസിന് എന്ത് മാറ്റം ഉണ്ടാവുന്നത്, ഡിപ്ലീഷൻ വിഡ്ത്ത് ആൻഡ് ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഡിപ്ലീഷൻ വിഡ്ത്ത് കൂടി കഴിഞ്ഞാൽ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് കുറയും, ഡിപ്ലീഷൻ വിഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് കൂടും. ഇനി ഡിപ്ലീഷൻ വിഡ്ത്ത് എപ്പോഴാണ് കൂടുന്നത്, വെൻ built-in potential and depletion width are directly proportional. So built-in potential നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ കൂടി കഴിഞ്ഞാൽ, ബയാസ് വോൾട്ടേജ് കൂടി കഴിഞ്ഞാൽ, റിവേഴ്സ് ബയാസിൽ ബയാസ് വോൾട്ടേജ് കൂടി കഴിഞ്ഞാൽ ഡിപ്ലീഷൻ വിഡ്ത്ത് കൂടും. ഡിപ്ലീഷൻ വിഡ്ത്ത് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് കുറയും. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കപ്പാസിറ്റൻസ് ആണ് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ്. ഇതിനകത്തുള്ള മറ്റൊരു കപ്പാസിറ്റൻസ് ആണ് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ്. ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ ഉള്ള കപ്പാസിറ്റൻസ് ആണ് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ്. അതിന്റെ ഇക്വേഷൻ എന്താ, ടോപി ഡിവൈഡഡ് ബൈ ആർ ഡി പ്ലസ് ടോയൻ ഡിവൈഡഡ് ബൈ ആർ ഡി. അപ്പോൾ ടോപ്പിയും ടോയനും എന്താണ്, ഇറ്റ് ഈസ് എ ലൈഫ് ടൈം ഓഫ് ഹോൾ ആൻഡ് ഇലക്ട്രോൺ
ഡിഫ്യൂസിങ് ആൻഡ് ആർ ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടു. ആർ ഡി ഇസ് ദ ഡൈനാമിക് റെസിസ്റ്റൻസ്. ലൈഫ് ടൈം ഓഫ് ഹോൾ ആൻഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസിനകത്ത് ഫോർവേഡ് ബയസിലാണ് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ്. ഹോൾസും ഇലക്ട്രോൺസും എല്ലാം ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് അവർ റീകമ്പൈൻ ചെയ്ത് പോകും. ആ റീകമ്പൈൻ ചെയ്ത് പോകുന്നതിന് മുമ്പുള്ള ടൈമിനെയാണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇത്രയുമാണ് ഫിസിക്സിൻ്റെ എൻറ്റയർ പോർഷനിൽ നിന്നും വളരെ ക്വിക്കായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും ഫോർമുലാസും. ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഐയുടെ അല്ല മറ്റു പല എക്സാംസിനും ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ടാണ് ഇത്രയധികം ടോപ്പിക്സിനെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു ക്വിക്ക് റിവ്യൂവിനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്തുനിന്ന് വളരെ ക്വിക്കായിട്ട് നമ്മൾ റിവൈസ് ചെയ്യേണ്ട, ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് ഒരു ഫൈനൽ ലാപ്പിൽ നമ്മൾ റിവൈസ് ചെയ്യേണ്ട പോർഷൻസ്.